ഇന്ന് നമുക്ക് രേഖാചിത്രം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഒരാൾ വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങൾ. ആ സത്യങ്ങളിലൂടെ മറന്നേക്ക് പുറത്തു വന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചു മൂടിയ ഒരു 18-കാരിയുടെ അസ്ഥികൂടവും അവളുടെ മരണകാരണവുമായിരുന്നു. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ 2 കുട്ടികളെയാണ് കാണിക്കുന്നത്. അതിലൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ പയ്യനോട് പറയുന്നുണ്ട്, ചേട്ടാ, ഇന്നലെ രാത്രിയെ എന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ആ ചേട്ടൻ പയ്യൻ, പോടാ ഒന്ന് കള്ളം പറയാതെ. അപ്പോൾ മറ്റേ പയ്യൻ പറയും, സത്യം ചേട്ടാ, ഞാൻ കണ്ടതാ. നീ എന്താ കണ്ടതെന്ന് ആ ചേട്ടൻ പയ്യൻ ചോദിക്കുമ്പോൾ, അതോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്നേ ദിവസം രാത്രി 4 പേരാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശവശരീരം പൊതിഞ്ഞുകൊണ്ടു പോകുന്നത് ഈ ഒരു പയ്യൻ കണ്ടിരുന്നു. അവൻ വിചാരിച്ചത് അവന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചതെന്നാ. അവൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അങ്ങനെയാ അവനോട് പറഞ്ഞതും. അതൊക്കെ കഴിഞ്ഞ് 2024 കാലഘട്ടമാണ് കാണിക്കുന്നത്. നായകനായി വിവേകിനെ കാണിക്കുന്നു. ഈ വിവേക് ഒരു CI ആണ്. എന്നാൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കാരണം എന്തെന്നല്ലേ? ഡ്യൂട്ടി സമയത്ത് ഓൺലൈനായിട്ട് റമ്മി കളിച്ചു. വിവേക് കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വിവേകിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. അതിലവന്റെ അച്ഛന് വിഷമമൊന്നുമില്ല. കാരണം റമ്മി കളിക്കാൻ അവനെ പഠിപ്പിച്ചത് തന്നെ അച്ഛനായിരുന്നു. അങ്ങനെ വിവേക് സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാനായി എത്തുകയാണ്. അപ്പോൾ SP ആണെങ്കിൽ അവന് ട്രാൻസ്ഫർ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. മലക്കപ്പാറ സ്റ്റേഷനിലേക്കാണ് അവന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്റ്റേഷൻ പരിധിയായിരുന്നു മലക്കപ്പാറ. അങ്ങനെ വിവേക് മലക്കപ്പാറയിലേക്ക് യാത്രയായി. പക്ഷേ വിവേകിനുള്ള പ്രശ്നവും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു വശത്ത് നല്ല മദ്യപാനിയായ രാജേന്ദ്രനെയാണ് കാണിക്കുന്നത്. മദ്യപിച്ചത് കാരണം രാജേന്ദ്രന്റെ കരള് വരെ അടിച്ചു പോയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാലും അയാൾ മദ്യപാനം നിർത്തത്തില്ല. അങ്ങനെ രാജേന്ദ്രൻ ഒരുങ്ങി സുന്ദരനായിട്ട് മദ്യക്കുപ്പിയും കയ്യിലെടുത്ത് തന്റെ ഡ്രൈവറിനൊപ്പം ഒരു കാട്ടിലേക്ക് പോകും. ഡ്രൈവറിനെ അവിടെ നിർത്തിയിട്ട് രാജേന്ദ്രനാണെങ്കിൽ തന്റെ കൈവശമുള്ള മദ്യക്കുപ്പിയുമായി കാടിനുള്ളിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു മരത്തിനടുത്ത് വന്നിരുന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവിൽ വരികയാണ്. രാജേന്ദ്രൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ കാട്ടിൽ വന്നിട്ട് എന്ത് പറയാൻ പോകുന്നെന്നാകും നിങ്ങൾ കരുതുന്നത്. മറ്റൊന്നുമല്ല, പണത്തിന്റെ പിന്നാലെ പോയി സമാധാനവും സന്തോഷവും നഷ്ടമായ എന്നെ പറ്റി തന്നെയാ ഞാൻ പറയുന്നേ. ഒരുപാട് പണമുണ്ടാക്കി ചോര പുരണ്ട കാശിൽ നിന്നായിരുന്നു തുടക്കം. ആ സീൻ അവിടെ അവസാനിച്ചിട്ട് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച 4 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം രാജേന്ദ്രൻ പറയും, 1985 ഞാനും ആലീസ് ജ്വല്ലറിയുടെ ഉടമ വിൻസെന്റും പിന്നെ ഫ്രാൻസിസ് തടത്തിലും ചേർന്ന് ഇവിടെ വന്നിരുന്നു. ഞങ്ങളുടെ കയ്യിൽ പായിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരാ ഏതാ എന്നൊന്നും അറിയില്ല. ഏകദേശം 10-18 വയസ്സ് പ്രായം വരും. ആ പെൺകുട്ടി എവിടെ നിന്ന് വന്നതാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതം അവിടെ ആരംഭിച്ചു. എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ മരത്തിനടിയിലാണ് ആ പെൺകുട്ടിയെ ഞങ്ങൾ കുഴിച്ചിട്ടത്. ഇതെല്ലാം എന്തെങ്കിലും പുറത്തു വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നില്ല. ഇനി വരുമെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്വയം വെടിവെച്ച് രാജേന്ദ്രൻ മരിക്കുന്നു. വെടിയൊച്ച കേട്ട് ഡ്രൈവർ അവിടേക്ക് ഓടിച്ചെല്ലും. വിവരമറിഞ്ഞ് പോലീസും ഫോറൻസിക്കുകാരും ഒക്കെ എത്തുകയാണ്. വിവേകുമുണ്ട്, കൂടെ DYSP മോഹൻദാസുമുണ്ട്. മോഹൻദാസ് വിവേകിനോട് പറയുന്നത്, ഡ്യൂട്ടിക്കിടയിൽ റമ്മി കളിച്ച് നീ കേരളം മുഴുവൻ ഫേമസ് ആയില്ലേ? ദേ, ഇപ്പോൾ ഈ കേസ് നീ തെളിയിച്ചു കഴിഞ്ഞാൽ നീ ഇന്ത്യ മുഴുവൻ ഫേമസ് ആകും. കാരണം ആലീസ് ജ്വല്ലറിയുടെ ഓണറായിട്ടുള്ള ആലീസ് വിൻസെന്റിന്റെ പേരാണ് ഈ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് ഇത്തിരി ടഫാണെന്നുള്ള കാര്യം മോഹൻദാസ് പറയുന്നു. അവിടേക്ക് SP എത്തുകയാണ്. അവിടെ കുഴിക്കുവാനുള്ള ഓർഡറും വാങ്ങിക്കൊണ്ടാണ് SP എത്തിയിരിക്കുന്നതും. മറ്റൊരു വശത്ത് വലിയൊരു ബംഗ്ലാവാണ് കാണിക്കുന്നത്. അത് ആലീസ് വിൻസെന്റിന്റെ ആയിരുന്നു. ആലീസ് ജ്വല്ലറിയുടെ ഓണറായിട്ടുള്ള വിൻസെന്റിന്റേത്. വിൻസെന്റിനെ കണ്ടാൽ തന്നെ ഒരു പാവം പോലെയാണ് തോന്നുന്നത്. മാത്രമല്ല, വിൻസെന്റ് തന്റെ ഭാര്യയെ ആലീസിനെ അത്രയും കെയർ ചെയ്താണ് നോക്കുന്നത്. സുഖമില്ലാതെ കിടപ്പിലാണ് ആലീസും. മറ്റൊരു വശത്ത് കുഴിക്കുവാനുള്ള ഓർഡർ ഒക്കെ കിട്ടിയിരിക്കുകയാണല്ലോ. അവിടെ ഫോറൻസിക് വിഭാഗം ഡോക്ടറും ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുഴിക്കൽ പരിപാടിയൊക്കെ ആരംഭിച്ചു. ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ടാണല്ലോ രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളും മീഡിയക്കാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കുഴിക്കൽ നടന്നുകൊണ്ടിരിക്കവേ തന്നെ ശക്തമായി മഴ പെയ്യും. അത് കാരണം അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഒരുപാട് കുഴിച്ചിട്ടും വിചാരിച്ചതുപോലെ ഒന്നും തന്നെ കിട്ടിയില്ല. എന്നാൽ വിവേകാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവിടെയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് എല്ലാവരും അവിടെ നിന്ന് മാറിയിട്ടും വിവേക് അവിടെ ഇറങ്ങി കുഴിക്കും. ഒരുപാട് കുഴിച്ചു നോക്കി. ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും അസ്ഥികൂടം കിട്ടുകയാണ്. രാജേന്ദ്രൻ പറഞ്ഞ അതേ അസ്ഥികൂടം. മാത്രമല്ല, ഒരു പാദസരവും വിവേകിന് കിട്ടുന്നു.
അങ്ങനെ ആ ഒരു അസ്ഥികൂടം ഡോക്ടർ സാജന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് ലാബിലേക്ക് മാറ്റും. അസ്ഥികൂടം പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നത് രാജേന്ദ്രൻ പറഞ്ഞത് ശരിയാ, ഇതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. ഇതിന് എത്ര പ്രായം വരുമെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ആ ഒരു കേസിന്റെ അന്വേഷണം കിട്ടിയിരിക്കുന്നത് ഡിവൈഎസ്പി മോഹൻദാസിനാണ്. മോഹൻദാസ് വിവേകിനോട് പറയും, ഇന്നത്തെ നിന്റെ പ്രകടനം കണ്ടിട്ട് നിന്നെ കൂടി അന്വേഷണ ടീമിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് SP പറഞ്ഞു എന്ന് മോഹൻദാസ് പറയുന്നു. അത് കേട്ടതും വിവേകിന് ഒരുപാട് സന്തോഷമായി. കാരണം എന്തെന്നാൽ ഓൺലൈൻ റമ്മി കളിച്ചതിന്റെ ആ ഒരു അപമാനം വിവേകിനുണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഈ ഒരു കേസിലൂടെ മാറ്റിയെടുക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. അങ്ങനെ ഒരു പ്രതീക്ഷയും അവനുണ്ട്. അങ്ങനെ വിവേക് രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുവാനായി ആരംഭിച്ചു. ഈ രാജേന്ദ്രൻ വിവാഹം കഴിഞ്ഞതാണ്, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. ഒരു മകനുണ്ട്. വർഷങ്ങളായിട്ട് മകനുമായി യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല. രാജേന്ദ്രൻ ഒരു പൂർണ്ണ മദ്യപാനിയായതിനാൽ രാജേന്ദ്രനെ കരാർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയൊക്കെ ചെയ്ത കാര്യം വിവേക് കണ്ടെത്തുന്നു. രാജേന്ദ്രൻ ഒരാളുടെ പേര് കൂടി പറഞ്ഞിരുന്നല്ലോ, ഫ്രാൻസിസ് തടത്തിൽ. അങ്ങനെ ഫ്രാൻസിസ് തടത്തിലിനെ കണ്ടെത്തുവാനായിട്ടും വിവേക് തീരുമാനിക്കുന്നു. ആരെന്ന് പറഞ്ഞ് കണ്ടെത്താനാ, ഒരു ഡീറ്റെയിൽസും രാജേന്ദ്രൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പരിസരത്തിലുള്ള എല്ലാ ഫ്രാൻസിസ് തടത്തിലിനെയും അന്വേഷിച്ചു പോവുകയാണ് വിവേകും കൂട്ടരും. എത്ര അന്വേഷിച്ചിട്ടും യാതൊരു വിവരവുമില്ല. ഒടുവിൽ അവരുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ ഫ്രാൻസിസ് തടത്തിലിന്റെ അടുത്ത് ചെല്ലും. അവിടെ ചെല്ലുന്ന സമയത്ത് ഫ്രാൻസിസിന്റെ മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകന് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. മകനോട് ഫ്രാൻസിസിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെയില്ല, ട്രീറ്റ്മെന്റിന്റെ കാര്യം സംഭവിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും മകൻ പറയുന്നു. ഫ്രാൻസിസിനെ കണ്ടെത്താമെന്ന ആ ഒരു പ്രതീക്ഷയും വിവേകിന് നഷ്ടമായി. എന്നാൽ അടുത്തതെന്താണ്, അവർക്കൊരു പാദസരം കിട്ടിയില്ലേ? ആ പാദസരം ആരേതാണെന്ന് കണ്ടെത്തുവാനായും അവർ തീരുമാനിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ എടുക്കും. എന്നിട്ട് ആ ഒരു പാദസരവുമായി ആ ഒരു പെൺകുട്ടികളുടെ എല്ലാം വീട്ടിലും പോവുകയാണ് വിവേകും കൂട്ടരും. ഒടുവിൽ ആ പാദസരം ഒരച്ഛൻ തിരിച്ചറിയുകയാണ്. അതെ, ഇതെന്റെ മകളുടെ പാദസരമാണ്. വർഷങ്ങൾക്ക് മുൻപ് അവളെ കാണാതായതാണെന്ന് പറഞ്ഞ് ആ ഒരച്ഛൻ കരയും. അങ്ങനെ വിവേക് DNA ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അച്ഛന്റെ സാമ്പിൾ എടുക്കുവാനായി ഏർപ്പാടാക്കുകയാണ്. ഇതുവരെയുമുള്ള വിവേകിന്റെ കണ്ടെത്തലുകളെല്ലാം ഡിവൈഎസ്പി മോഹൻദാസിന് സബ്മിറ്റ് ചെയ്യുന്നു. രാജേന്ദ്രനെ പറ്റി അന്വേഷിച്ചു. പിന്നെ രാജേന്ദ്രൻ പറഞ്ഞ ഫ്രാൻസിസ് തടത്തിൽമാരെ എല്ലാവരെയും കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഞങ്ങളുടെ ലിസ്റ്റിൽ അവസാനമുള്ള ഫ്രാൻസിസിനെ മാത്രം ഞങ്ങൾക്ക് കാണാനായും പറ്റിയില്ല. അയാളെന്തോ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് വീട്ടിലില്ലായിരുന്നു. പാദസരം ഒരു അച്ഛൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ മകളുടേതാണെന്നാ പറയുന്നത്. DNA ടെസ്റ്റിനും കൊടുത്തിട്ടുള്ള കാര്യം വിവേക് പറയുന്നു. അപ്പോൾ മോഹൻദാസ് പറയുന്നത്, ഇനി അടുത്തതായി നമ്മൾ അന്വേഷിക്കേണ്ടത് ആലീസ് വിൻസെന്റിനെ പറ്റിയാ. വിൻസെന്റിന്റെ ഒരു ബന്ധുവിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി അന്വേഷിക്കുവാനായിട്ടും വിവേകിനോട് പറയുന്നു. മോഹൻദാസ് പറഞ്ഞ വിൻസെന്റിന്റെ ആ ബന്ധുവിന്റെ വീട്ടിലേക്ക് അന്വേഷണത്തിനെത്തിയിരിക്കുകയാണ് വിവേക്. വിൻസെന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, സാറ് പറഞ്ഞ 1984-85 കാലഘട്ടത്തിന് 10-15 വർഷം മുൻപേ തന്നെ വിൻസെന്റിന്റെ അച്ഛൻ അവര് വിട്ടു പോയിരുന്നു. പിന്നെ പാലം പണിയാൻ വന്നവർക്ക് കഞ്ഞി വെച്ചു കൊടുത്താണ് വിൻസെന്റും അമ്മയും ജീവിച്ചത്. അൽത്താര ബാലൻ കൂടിയായിരുന്ന വിൻസെന്റ് പള്ളിയിലെ ബിഷപ്പിന്റെ കുട കട്ടെടുത്തു. കുട കട്ടെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകാൻ കുടയില്ലാഞ്ഞിട്ടാണെന്നാണ് അവൻ പറഞ്ഞതും. അവൻ നല്ലതുപോലെ പഠിക്കുന്നതായതിനാൽ ബിഷപ്പ് അവനെ പഠിപ്പിച്ചു. പഠനമെല്ലാം പൂർത്തിയാക്കി ബോംബെയിലേക്ക് പോയ അവൻ ആലീസിനെ പരിചയപ്പെട്ട് വിവാഹമൊക്കെ കഴിച്ചു. പിന്നീട് ബിസിനസ് ഒക്കെ ആരംഭിച്ചു. അത് കേട്ട വിവേക് ചോദിക്കും, വിൻസെന്റ് മലക്കപ്പാറ ഭാഗത്ത് താമസിച്ചിരുന്നത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്നത്, അവൻ പഠിത്തവുമായി ബന്ധപ്പെട്ട് ഒരുപാടിടത്ത് നിന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതാ അവനിപ്പോൾ കാണുന്ന നിലയിലായതെന്നും അവർ പറയുന്നു. അങ്ങനെ പോലീസ് വിളിപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിൻസെന്റ് എത്തുകയാണ്. വിൻസെന്റിന്റെ കൂടെ അഡ്വക്കേറ്റായി ജേക്കബും ഉണ്ടായിരുന്നു. വിവേക് വിൻസെന്റിനോട് ചോദിക്കും, ഈ പെൺകുട്ടിയെ കുഴിച്ചിട്ടെന്ന് രാജേന്ദ്രൻ പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊരു ബിഷപ്പിനൊപ്പം താമസിച്ചിരുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ താമസിച്ച വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ അസ്ഥികൂടം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിതാവാണ് എന്നെ പഠിപ്പിക്കാൻ മുൻകൈ എടുത്തത്. പിതാവിന് പ്രായമായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയായി പോകുമായിരുന്നു. പിതാവിന്റെ മരണം വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മലക്കപ്പാറയിൽ ഉണ്ടായിരുന്നുവെന്ന് വിൻസെന്റ് പറയും. അത് കേട്ട വിവേക്, ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിൽ വിളിച്ചിട്ട് 15 മിനിറ്റ് സംസാരിച്ചല്ലോ, അതെന്തായിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറഞ്ഞത് ജേക്കബ് ആയിരുന്നു. സാർ അത്യാവശ്യമുള്ള കോൾസ് മാത്രമേ അറ്റൻഡ് ചെയ്യൂ, ബാക്കിയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നേ. പിന്നെ എല്ലാ കോളും റെക്കോർഡാണെന്നും വേണമെങ്കിൽ പരിശോധിക്കാമെന്നും ജേക്കബ് പറയും. പക്ഷേ ജേക്കബ് സംസാരിച്ചത് വിവേകിന് അത്ര ഇഷ്ടമായില്ല. വിവേക് ചോദിക്കുന്നത് വിൻസെന്റിനോടായിരുന്നല്ലോ.
അപ്പോൾ വിൻസെന്റ് പറയുന്നത്, കുടിച്ച് ബോധമില്ലാത്തയാൾ ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നതിനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. ആ അസ്ഥികൂടം ആരതാണെന്ന് പോലും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ വിവേക് പറയും, രാജേന്ദ്രൻ പറഞ്ഞത് പകുതി സത്യമാണെന്ന് അസ്ഥികൂടം കിട്ടിയപ്പോൾ മനസ്സിലായല്ലോ, ബാക്കി പകുതി സത്യമാണോന്ന് നമുക്ക് കണ്ടറിയാമെന്ന് വിവേക് പറയുന്നു. അങ്ങനെ വിൻസെന്റും ജേക്കബും അവിടെ നിന്ന് പോവുകയാണ്. മീഡിയക്കാരൊക്കെ ഈ കേസ് ആഘോഷമാക്കുന്നു. അങ്ങനെ വിവേക് ഡോക്ടർ സാജനെ കാണുവാനായിട്ട് പോവുകയാണ്. പാദസരം തിരിച്ചറിഞ്ഞ ആ ഒരു അച്ഛനുണ്ടല്ലോ, അയാളുടെ DNA സാമ്പിളും പിന്നെ അസ്ഥികൂടത്തിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളും തമ്മിൽ മാച്ച് ചെയ്തത് മാച്ച് ആയില്ല എന്ന കാര്യം സാജൻ പറയുന്നു. ആ ഒരു വിവരം ആ അച്ഛനെ വിളിച്ചു പറയുവാനായിട്ട് വിവേക് ഫോൺ ചെയ്യുന്ന സമയത്താണ് ആ അച്ഛൻ മരിച്ചുപോയ കാര്യം വിവേക് അറിയുന്നത്. അങ്ങനെ വിവേകും കൂട്ടരും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടും അവിടെ എത്തുകയാണ്. വിവേകിന്റെ മനസ്സിൽ ഈ കേസിനെ കുറിച്ചുള്ള ടെൻഷനാണ്. വീട്ടിൽ വന്നാലും ഈ കേസിനെ പറ്റിയാണ് അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം വിവേകിന് ഓർമ്മ വരുന്നു. കാരണം മിസ്സായ പെൺകുട്ടികളെയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് യാതൊരുവിധ തുമ്പും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ പേരിൽ ആ ഒരു കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന കേസിനെ പറ്റി അന്വേഷിച്ചാലോ എന്ന് ചോദിച്ച കാര്യം അവന് ഓർമ്മ വന്നു. അങ്ങനെ അവനാണെങ്കിൽ 1985 കാലഘട്ടത്തിലെ ചന്ദ്രപ്പൻ എന്നൊരാൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് കൊടുത്ത കേസിനെ പറ്റിയുള്ളത് അവന്റെ കണ്ണിൽ കാണുകയാണ്. അങ്ങനെ വിവേകം റൈറ്ററായ ഷിൻഡോയും ചന്ദ്രപ്പനെ കാണുവാനായും എത്തി. ചന്ദ്രപ്പനോട് ചോദിക്കും, 1985 കാലഘട്ടത്തിൽ ചാലക്കുടി സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ കാണാനില്ല, പറ്റിച്ചു മുങ്ങിയെന്ന് കേസ് കൊടുത്തിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രപ്പൻ ആ സംഭവം പറയും. ഭരതേട്ടന്റെ കാതോട് കാതോരം സിനിമ ഷൂട്ടിംഗ് ആതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് നടക്കുകയായിരുന്നു. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ സെറ്റിലേക്ക് കൊണ്ടുവരും. അതിലൊരു പെൺകുട്ടി എന്നെ മമ്മൂട്ടിയുടെ നായികയാക്കുമോ എന്ന് ചോദിച്ചു. അതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഭരതേട്ടൻ ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിയുടെ പുറകിൽ നിൽക്കാൻ ഐശ്വര്യമുള്ള 5-6 പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞതിനാൽ അങ്ങനെ കൊണ്ടുവന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലുള്ളതായിരുന്നു അവൾ. എന്നാൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവൾ മുങ്ങി. പകുതി പാട്ടിന്റെ ഷൂട്ടിംഗ് ആയതേയുള്ളൂ. അതോടെ ഷൂട്ടിംഗ് മുടങ്ങി. ഭരതേട്ടൻ എന്നെ വിളിക്കാൻ ഇനി ചീത്തയൊന്നുമില്ല. അന്നൊക്കെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിയാൽ പ്രൊഡ്യൂസർ അപ്പോഴേ വിളിക്കും. പ്രൊഡ്യൂസർ വിളിക്കുമ്പോൾ പറയാൻ ഒരു ബലത്തിനു വേണ്ടിയിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറ്റിച്ചു മുങ്ങിയെന്ന് കേസ് കൊടുത്തതായും ചന്ദ്രപ്പൻ പറയുന്നു. അവളെ പിന്നെ ഒരുപാട് കാലം ഞാൻ സിനിമയിൽ തിരഞ്ഞു, പക്ഷേ കണ്ടില്ല. പക്ഷേ അവളുടെ പേര് ഞാൻ മറക്കില്ല, രേഖ എന്ന് ചന്ദ്രപ്പൻ പറയും. അത് കേട്ട വിവേക് രേഖയുടെ നാടോ വീടോ വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പേര് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറയും. രേഖയുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ കണ്ടതേയുള്ളൂ എന്ന് ചന്ദ്രപ്പൻ പറയും. അത് കേട്ട് വിവേക് ഞെട്ടി. അന്ന് ഷൂട്ട് ചെയ്ത പാട്ടിന്റെ ഒരു സീനിൽ രേഖ ഇപ്പോഴുമുണ്ട്, ഒരു കന്യാസ്ത്രീയായിട്ട്. രേഖയുടെ മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം. ചന്ദ്രപ്പനിൽ നിന്നും രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വിവേകാണെങ്കിൽ ആ കാര്യം മോഹൻദാസിനോട് വന്ന് പറയും. സാറേ, ഇപ്പോൾ നമുക്ക് രേഖയുടെ ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടല്ലോ, അതൊന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുത്ത് പുറത്തു വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തോ, പക്ഷെ ഇപ്പോഴൊന്നും പുറത്തു വിടണ്ട. മമ്മൂട്ടി കൂടി അഭിനയിച്ച സിനിമയുടെ സെറ്റിൽ നിന്നല്ലേ രേഖയെ കാണാതായത്, അതുകൊണ്ട് ഇപ്പോഴൊന്നും പുറത്തു വിടണ്ട, ഇത് കുറച്ച് സെൻസിറ്റീവായ കേസാണെന്നും പറയുന്നു. അത് കേട്ട വിവേക് പറയുന്നത്, രാജേന്ദ്രൻ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് രാജേന്ദ്രന്റെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. ആ നമ്പർ പരിശോധിച്ച് നോക്കിയ സമയത്ത് രാജേന്ദ്രനെ വിളിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ സിം ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പഴയ നോക്കിയ സെറ്റിലിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്നും വിവേക് പറയുന്നു. അത് കേട്ട മോഹൻദാസ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പഴയ യൂസ്ഡ് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്കുവാനായിട്ടും പറയുന്നു. മറ്റൊരു വശത്ത് പോലീസുകാർ വരച്ചെടുത്ത രേഖയുടെ ചിത്രമുണ്ടല്ലോ, അത് ജേക്കബ് വിൻസെന്റിനെ കൊണ്ടുവന്ന് കാണിക്കും. ഫോട്ടോ കണ്ടതും വിൻസെന്റ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അതേസമയം തന്നെ വിവേകിനൊരു കോൾ വരും. SI ആയിരുന്നു വിളിച്ചത്. അവർ ആ ഒരു പഴയ ഫോൺ ആരുടേതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആലപ്പുഴയിലുള്ള സജീവൻ എന്നൊരാളുടേതാണെന്നും അവർ പറയുകയാണ്. വിൻസെന്റിന്റെ ടെൻഷൻ കണ്ട ജേക്കബ് ആണെങ്കിൽ രേഖയുടെ കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മന്ത്രിയൊക്കെ ചെന്ന് കണ്ടു. അങ്ങനെ മന്ത്രി ആ ഒരു കേസ് അന്വേഷണം CBIക്ക് കൈമാറുവാനായും തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ജേക്കബ് ആണെങ്കിൽ ചന്ദ്രപ്പനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആളിനെയും റെഡിയാക്കി. അങ്ങനെ കുറച്ച് ഗുണ്ടകളാണെങ്കിൽ ചന്ദ്രപ്പനെ കൊണ്ടുപോയി ബാറിൽ കൊണ്ടെടുത്തി ഒരുപാട് കുടിപ്പിക്കും. അതിനുശേഷം ഓടയുടെ വെള്ളം നിറച്ചു വെച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അയാളെ അതിൽ മുക്കി കൊലപ്പെടുത്തിയിട്ട് വീണ്ടും ഓടയിൽ തന്നെയാണ് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതും. അടുത്ത ദിവസം ചന്ദ്രപ്പന്റെ ഡെഡ് ബോഡി ഓടയിൽ നിന്ന് കണ്ടെത്തുകയാണ്. ചന്ദ്രപ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചന്ദ്രപ്പൻ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും ഓടയിൽ വീണാണ് മരണകാരണമെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ രേഖയുടെ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നല്ലോ. ഒപ്പം നമ്മുടെ വിവേകിനെ ട്രാഫിക്കിലേക്കും തട്ടി.
വിവേകിന് ആകെ ടെൻഷൻ. വിവേക് നേരെ ആ ഒരു ഡോക്ടറിന്റെ അടുത്തെത്തിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക, ആകെ ഇനി കേസ് അന്വേഷിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം തന്നെ CBI ഉദ്യോഗസ്ഥൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു അസ്ഥികൂടം എല്ലാം കൊണ്ടുപോവുകയാണ്. കോടതിയിൽ നിന്നുള്ള ഉത്തരവായതിനാലാണ് അവർ കൊണ്ടുപോകുന്നതും. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന വിവേക് ഡോക്ടറിനോട് പറയും, അന്വേഷണത്തിൽ നിന്നും ഞങ്ങളെ മാറ്റുന്നു, അസ്ഥികൂടമെല്ലാം ദേ കൊണ്ടുപോയി, ചന്ദ്രപ്പനും മരണപ്പെട്ടു, ഇനി എങ്ങനെയായി കേസ് തെളിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും, ഇതുവരെ കണ്ടുപിടിച്ചതല്ലേ അവർക്ക് കൊണ്ടുപോകുവാനായി പറ്റിയുള്ളൂ, ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാനാകില്ലല്ലോ എന്ന് പറയും. അത് വിവേകിന് ഒരു മോട്ടിവേഷനായി. അങ്ങനെ വിവേക് കാതോട് കാതോരം സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്ന കമലിനെ കാണുവാനായും എത്തി. കമലാണെങ്കിൽ ആ ഒരു സെറ്റിലെ കാര്യങ്ങളെല്ലാം വിവേകിനോട് പറഞ്ഞു. മാത്രമല്ല അന്ന് മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്യുവാനായിട്ട് പള്ളാശ്ശേരി എന്നൊരാൾ വന്നിരുന്നു. അയാളോട് പോയി ചോദിച്ചാൽ ആ ഒരു സിനിമയുടെ ലൊക്കേഷനിലെ സ്റ്റിൽസ് ഒക്കെ കിട്ടുമെന്നും കമല് പറഞ്ഞു. അങ്ങനെ വിവേക് നേരെ പള്ളാശ്ശേരിയെ കാണുവാനായിട്ട് വന്നു. പള്ളാശ്ശേരിയുടെ കയ്യിൽ നിന്നും കുറെ ഡീറ്റെയിൽസും ഫോട്ടോകളും ഒക്കെ വിവേകിന് കിട്ടി. ആ ഫോട്ടോ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ രേഖയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു, മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്നത്. എന്നാൽ രേഖയുടെ അടുത്ത് മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു, ഒരു കന്യാസ്ത്രീ വേഷം ധരിച്ച സ്ത്രീ. അവരുടെ ഡ്രസ്സും കൊന്തയും ഒക്കെ കണ്ടിട്ട് രേഖയിട്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് വിവേകിന് മനസ്സിലായി. അതൊരു യഥാർത്ഥ കന്യാസ്ത്രീയാണെന്ന് വിവേക് മനസ്സിലാക്കുന്നു. അങ്ങനെ അവരെ കണ്ടെത്തുവാനായിട്ടും വിവേക് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിവേക് മലക്കപ്പാറയിലുള്ള ഒരു കോൺവെന്റിലെ ആ ഒരു സിസ്റ്ററിനെ കണ്ടെത്തുകയാണ്. ആ സിസ്റ്റർ ഇപ്പോൾ വയസ്സായിരിക്കുന്നു. സിസ്റ്ററിന്റെ അടുത്തെത്തിയിട്ട് സിസ്റ്ററിനെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഇത് രേഖയല്ലേ എന്ന് ആ സിസ്റ്റർ പറയും. എന്തിനാ ഇപ്പോൾ ഇവളെ പറ്റി അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൈവശം ഇപ്പോൾ ഒരു അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്, അത് ഈ രേഖയുടേതാണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ടാണ് അന്വേഷിക്കുന്നതെന്നും വിവേക് പറയുന്നു. സിസ്റ്ററിന് എന്തെങ്കിലും കാര്യങ്ങൾ രേഖയെ പറ്റി അറിയാമെങ്കിൽ പറയണമെന്ന് വിവേക് പറഞ്ഞപ്പോൾ ഇവൾ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞ് രേഖയുടെ കഥ പറയുവാനായി ആരംഭിക്കുകയാണ് ആ സിസ്റ്റർ. രേഖയാണെങ്കിൽ കാതോട് കാതോരം സിനിമയുടെ സെറ്റിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പോൾ അവിടെ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചിരിക്കുകയായിരുന്നു രേഖ. രേഖയാണെങ്കിൽ മമ്മൂട്ടി വന്നപ്പോൾ മമ്മൂട്ടിയെ കാണാനുള്ള ആഗ്രഹത്തിൽ ഓടിപ്പോയപ്പോൾ അവളുടെ വസ്ത്രമാണെങ്കിൽ കീറിപ്പോകുന്നു. അവിടെയുള്ള തയ്യൽക്കാരനടുത്ത് ഒന്ന് തച്ച് തരുമോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയമായിരുന്നു തയ്യൽക്കാരൻ തനിക്ക് പറ്റില്ല, ഒരുപാട് തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് ഒഴിവാക്കി വിടും. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ രേഖ നിൽക്കുന്ന സമയത്തായിരുന്നു അടുത്തുള്ള കോൺവെന്റ് കാണുന്നത്. അത് ഈ സിസ്റ്ററിന്റെ കോൺവെന്റ് ആണ്. രേഖയാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നു. എന്നിട്ട് കാര്യം അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സിസ്റ്ററിനോട് പറയുകയാണ്. സിസ്റ്റർ പറയുന്നത്, ഞാൻ എന്റെ വസ്ത്രം തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് മമ്മൂട്ടിയെ കാണണം, നീ എന്നെ മമ്മൂട്ടിയുടെ അടുത്തൊന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. ആ കൊണ്ടുപോകാലോ, പരിചയപ്പെടുത്തി തരാലോ എന്നൊക്കെ പറഞ്ഞ് അവൾ വസ്ത്രവും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. കറക്റ്റ് പറഞ്ഞ സമയമായതും സിസ്റ്റർ ആണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലും. സിസ്റ്ററിനെ കണ്ടതും രേഖയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേഖയെ കണ്ടതും സിസ്റ്റർ പറയും, നിനക്ക് കന്യാസ്ത്രീ വേഷം നന്നായി ചേരുന്നുണ്ട്. രേഖ പറയുന്നു, എനിക്ക് എല്ലാ വേഷങ്ങളും ചേരും, എനിക്കൊരു സിനിമാ നടിയാകണമെന്ന ആഗ്രഹം, പ്രത്യേകിച്ച് മമ്മൂട്ടി ചേട്ടന്റെ നായികയാകണമെന്ന ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് കേട്ട സിസ്റ്റർ ചോദിക്കുന്നു, മമ്മൂട്ടി ചേട്ടനോ? മമ്മൂട്ടി എന്താ നിന്റെ ചേട്ടനാണോ? അതെ, എനിക്ക് എന്റെ ചേട്ടനെ പോലെ തന്നെയാ, ഞാൻ മമ്മൂട്ടി ചേട്ടനെ കത്തൊക്കെ എഴുതാറുണ്ടല്ലോ. അത് കേട്ട സിസ്റ്റർ ആണെങ്കിൽ, നീ ഏത് അഡ്രസ്സിലേക്കാ കത്തെഴുതുന്നത്? അത് മമ്മൂട്ടി ചേട്ടൻ സ്ഥിരം വരാറുള്ള ആ ഒരു ഹോട്ടലിലേക്കെന്നും രേഖ പറയുന്നു. അതേ സമയമായിരുന്നു ആ തയ്യൽക്കാരൻ അവളെ കാണുന്നത്. അവൾക്ക് കൊടുത്തിരുന്ന ഡ്രസ് അല്ലല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്, വേറെ കന്യാസ്ത്രീയുടെ വേഷമല്ലേ ഇട്ടിരിക്കുന്നത്. അതിനവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അത് കേട്ട ആ ഒരു സിസ്റ്റർ ചോദിക്കും, ഒരു ഡ്രസ്സ് മാറിപ്പോയതിന് ഇത്രയും വഴക്കോ? അപ്പോൾ രേഖ പറയുന്നത്, അതെ, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാ, നമ്മളോടൊക്കെ ഇവരിങ്ങനെയാ പെരുമാറുന്നത്. മമ്മൂട്ടി ചേട്ടനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത് ഞാൻ ആ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും അവരെ ഒന്ന് അടുത്ത് കാണാൻ പോലും പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ സങ്കടത്തോടെ രേഖ പറയുന്നു. അത് കേട്ട് സിസ്റ്ററിനും ഒരുപാട് വിഷമമാകും. അതേ സമയമായിരുന്നു മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് വന്നതും. അപ്പോൾ സിസ്റ്റർ ചോദിക്കും, നീ മമ്മൂട്ടിയെ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടനെ കാണണ്ടേ എന്ന് പറഞ്ഞ് രേഖയുടെ കൈയും പിടിച്ച് മമ്മൂട്ടി വരുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുകയാണ് ഈ സിസ്റ്റർ. അങ്ങനെ അടുത്ത് നിന്ന് ആ ഒരു സിസ്റ്ററും രേഖയും മമ്മൂട്ടിയെ കാണുകയാണ്. ആ ഒരു സ്റ്റില്ലാണ് വിവേകിന് കിട്ടിയിരിക്കുന്നതും. അന്നേ ദിവസം രാത്രി ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. പക്ഷെ നല്ല മഴ, പാട്ട് സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മഴ കാരണം ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി. എന്നാൽ ആ സിസ്റ്റർ ആണെങ്കിൽ രേഖയെ തന്റെ കോൺവെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അന്നേ ദിവസം രേഖയെ കൊണ്ടുവന്ന് റൂമൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ രേഖ പറയുന്നത്, ഇന്നെനിക്ക് ഏറ്റവും നല്ല ദിവസമായിരുന്നു, എന്നോട് ഇത്രയും സ്നേഹത്തോടെ സിസ്റ്റർ അല്ലാതെ വേറെ ആരും പെരുമാറിയിട്ടില്ല എന്നൊക്കെ രേഖ പറയുന്നു.
അങ്ങനെ രേഖ ഫുഡൊക്കെ കഴിച്ച് തന്റെ റൂമിൽ പോയി കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ തന്നെ അവിടേക്ക് എത്തിയ വേലക്കാരിയെ തങ്കമ്മയാണെങ്കിൽ ഓഫീസിലെ അലമാരയൊക്കെ ആരോ കുത്തി തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന കാശും സ്വർണവും എല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. സഭയുടെ പേരിൽ ഹോസ്പിറ്റൽ തുടങ്ങുവാൻ വെച്ചിരുന്ന കാശും പിന്നെ സ്വർണത്തിന്റെ തിരുരൂപങ്ങളും എല്ലാം നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല റൂമിൽ രേഖയും കാണാനില്ല. അതുകൊണ്ട് തന്നെ രേഖയാണ് അതെല്ലാം കൊണ്ടുപോയതെന്ന് എല്ലാവരും പറയുന്നു. രേഖയെ അവിടേക്ക് കൊണ്ടുവന്നതിന് സിസ്റ്ററിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതും. അത് കേട്ട വിവേക്, ഇത്രയും പ്രശ്നം നടന്നിട്ടും നിങ്ങൾ എന്താ ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നത്, ഞങ്ങളുടെ ഈ ഒരു കോൺവെന്റ് നല്ല രീതിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷൻ മണി ഇത്രയും അലക്ഷ്യമായിട്ട് ഹാൻഡിൽ ചെയ്തത് പുറത്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമല്ലേ, ഞങ്ങളുടെ ഫ്യൂച്ചർ ഡൊണേഷനെയും ബാധിക്കും. അതുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാത്തതെന്നും സിസ്റ്റർ പറയുന്നു. അപ്പോൾ വിവേക് ചോദിക്കും, അന്ന് രേഖയെ കാണാതായ ദിവസം ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന കുറെ സിസ്റ്റർമാരൊക്കെ മരണപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്നത് പുഷ്പവും തങ്കമ്മ ചേച്ചിയാ. തങ്കമ്മ ചേച്ചിയും തങ്കമ്മ ചേച്ചിയുടെ ഫാമിലിയും ഇവിടെ തന്നെയായിരുന്നു. പുഷ്പമാണെങ്കിൽ അതിനുശേഷമുള്ള ഇവിടെ വന്ന മദറിന്റെ ഭരണം ഒന്നും സഹിക്കാനാകാതെ ഇവിടെ നിന്ന് പോയി. പിന്നെ തങ്കമ്മ ചേച്ചിയും ഭർത്താവും മരണപ്പെട്ടു. പിന്നെ ഇനിയുള്ളത് തങ്കമ്മ ചേച്ചിയുടെ മകനായ ബിനു ആണെന്ന് പറഞ്ഞ് ബിനുവിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം വിവേകിന് കൈമാറുന്നു. അങ്ങനെ ആ ഒരു അഡ്രസ്സൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വിവേകിന് എന്തൊക്കെയോ സംശയം വരികയാണ്. എന്തെന്നാൽ രാജേന്ദ്രനെ വിളിച്ചിരുന്ന ആ ഒരു സജീവൻ ഉണ്ടല്ലോ, സജീവന്റെ അതേ നാട്ടുകാരൻ തന്നെയായിരുന്നു ഈ ബിനു. ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്ന സംശയം വിവേകിനുണ്ടാകുന്നു. മറ്റൊരു വശത്ത് വിൻസെന്റിന്റെ ഭാര്യയായ ആലീസിന് അസുഖം കൂടിയതിനാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവരെ കാണുവാനായിട്ട് ജേക്കബ് എത്തുകയാണ്. ജേക്കബ് വന്നത് ആലീസിനെ കാണണമെന്നുമല്ല, വിൻസെന്റിന്റെ പേരിലുള്ള ആ ഒരു കേസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാൻ വേണ്ടിയിട്ടാണ്. ജേക്കബ് പറയുന്നത്, എന്റെ ലിസ്റ്റിലുള്ള കുറച്ച് ഫ്രാൻസിസ് തടത്തിൽമാരുടെ ഡീറ്റെയിൽസ് കിട്ടി, ഇനി കുറച്ചു പേരുടേത് കൂടി കിട്ടാനുണ്ടെന്ന് പറയുന്നു. മറ്റൊരു വശത്ത് ബിനുവിനെയും സജീവിനെയും അന്വേഷിച്ചു പോവുകയാണ് വിവേക്. അതിനു മുൻപായിട്ട് തന്റെ കാമുകിയും പത്രപ്രവർത്തകയുമായിട്ടുള്ള ഭാമയെ കണ്ടിട്ട്, മറ്റുള്ളവർക്ക് രേഖ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് രേഖ ആരാണെന്നറിയണം, അവളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും എനിക്കറിയണം, അതിന് നീ എന്നെ സഹായിക്കണമെന്നും ഭാമയോട് പറഞ്ഞിട്ടാണ് വിവേക് പോകുന്നത്. വിവേക് നേരെ ബിനുവിന്റെയും സജീവിന്റെയും സ്ഥലമായ ഇലഞ്ഞിത്തറയിലെത്തി. അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരുടെ ലൊക്കേഷന് കണ്ടെത്തുകയാണ്. സജീവന്റെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് സജീവനെ കാപ്പ ചുമത്തിവിട്ട പ്രതിയ, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം വിവേകിനോട് അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു. അങ്ങനെ സജീവനുള്ള സ്ഥലത്തേക്ക് വരികയാണ് വിവേക്. പക്ഷെ അവിടെ വെച്ച് ബിനുവിനെയും കിട്ടുന്നു. രണ്ടുപേരെയും കൈയോടെ പിടികൂടുകയാണ് വിവേക്. അവിടെ വെച്ച് ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ്. എന്തെന്നാൽ വിവേക് പോലീസാണെന്ന് രണ്ടാൾക്കും മനസ്സിലായി. രണ്ടിനെയും അടിച്ചൊതുക്കിയ വിവേക് ആണെങ്കിൽ, നിങ്ങൾ എന്തിനാ രാജേന്ദ്രനെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അത് കുറച്ച് കാശിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് അദ്ദേഹം കാശ് തരുമായിരുന്നു, അതിനു വേണ്ടിയിട്ടാ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാ നിങ്ങൾക്ക് കാശ് തരുന്നതെന്ന് വിവേകൻ ചോദിക്കുന്നു. അതെയോ, അതൊരു സത്യം തുറന്നു പറയാതിരിക്കാനാ കാശ് തരുന്നതെന്ന് പറയും. എന്ത് സത്യമെന്ന് വിവേക് ചോദിക്കുന്ന സമയത്ത് അവർ ആ ഒരു കാര്യം തുറന്നു പറയുകയാണ്. സജീവ് പറയും, കുഞ്ഞിലെ ഇവനാണെങ്കിൽ എന്റെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞിരുന്നു. ഇവന്റെ അച്ഛനും 3 പേരും ചേർന്ന് ഒരു പെണ്ണിനെ പായിൽ പൊതിഞ്ഞെടുത്തോണ്ട് പോകുന്നത് കണ്ടെന്ന്. ഇവന്റെ അച്ഛനോട് അത് ആരെയാ കൊണ്ടുപോയത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, അത് ഞാൻ സിനിമയിൽ അഭിനയിച്ചതാ, കാതോട് കാതോരം സിനിമ എന്നാ പറഞ്ഞത്. അങ്ങനെ സിനിമ റിലീസായ സമയത്ത് ഞങ്ങൾ 2 പേരും സിനിമ കണ്ടു. പക്ഷെ അതിൽ ഇവന്റെ അച്ഛൻ അഭിനയിച്ച സീനൊന്നുമില്ലായിരുന്നു. എന്നാൽ വലുതായപ്പോഴും ഞങ്ങൾ ആ ഒരു രംഗം നോക്കി. പക്ഷെ ആ സിനിമയിൽ അങ്ങനെ ഒരു രംഗമേ ഇല്ലായിരുന്നു. സിനിമയിൽ ആ ഒരു രംഗമേ ഇല്ല, അതിലെന്തോ വശപ്പിച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കിയ ഞങ്ങളാണെങ്കിൽ ഇവന്റെ അച്ഛനോട് തന്നെ അത് പോയി ചോദിച്ചു. അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ നടന്ന സംഭവം എല്ലാം തുറന്നു പറഞ്ഞു. അതൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണെന്നും ഞങ്ങൾ 4 പേരും ചേർന്നാണ് അവളെ കുഴിച്ചിട്ടതെന്നും അവിടെ നിന്ന് ഒരുപാട് സ്വർണവും പണവും ഒക്കെ കിട്ടിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. എന്നിട്ട് അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ പേരും പറഞ്ഞു. അതിലാകെ അറിയാവുന്നത് രാജേന്ദ്രനെ മാത്രമായിരുന്നു. ഈ രാജേന്ദ്രൻ ഇവരുടെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്നിരുന്നു. എന്നാൽ പെട്ടെന്നാണ് രാജേന്ദ്രൻ ഇത്രയ്ക്കും വേണ്ടി വളർന്നത്. അങ്ങനെയാണ് ഞങ്ങൾ രാജേന്ദ്രനെ ചെന്ന് കണ്ടിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായി തുടങ്ങി ഒരുപാട് കാശും വാങ്ങിയത്. അവസാനമായി വിളിച്ചതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സത്യം പുറത്തു പറയാതിരിക്കാനാണ് രാജേന്ദ്രൻ ഞങ്ങൾക്ക് കാശ് തന്നുകൊണ്ടേയിരുന്നതെന്ന് ബിനുവും സജീവനും പറയും. എന്നിട്ട് സജീവൻ പറയും, അവസാനം ഞങ്ങൾ അറിഞ്ഞത് രാജേന്ദ്രന്റെ മരണവാർത്തയാണ്. ഇവന്റെ അപ്പച്ചൻ ആരുടെയൊക്കെ പേര് പറഞ്ഞോ ആ പേരുകൾ തന്നെയാണ് രാജേന്ദ്രന് പറഞ്ഞത്. എന്നാൽ രാജേന്ദ്രൻ ഇവന്റെ അപ്പച്ചന്റെ പേര് പറഞ്ഞില്ല. മിക്കവാറും അപ്പച്ചൻ മരിച്ചതുകൊണ്ടാകാം പറയാത്തതെന്നും സജീവൻ പറയുന്നു. അതെല്ലാം കേട്ട വിവേക് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡിവൈഎസ്പിയോട് തുറന്നു പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന്
രക്ഷപ്പെടാനൊക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും പെടുമെന്ന് പറഞ്ഞിട്ടാണ് വിവേക് അവിടെ നിന്ന് പോകുന്നതും. വിവേകിന്റെ ആവശ്യത്തെ ബിനുവും സജീവനും അംഗീകരിക്കുകയും ചെയ്തു. ആ കാര്യങ്ങളെല്ലാം മോഹൻദാസിനെ വിളിച്ചു പറയും. എന്നാൽ മോഹൻദാസ് പറയുന്നത് ഇപ്പോൾ നമുക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കുവാൻ പോലുമുള്ള അധികാരമില്ല, ആ കേസ് നമ്മളല്ലല്ലോ അന്വേഷിക്കുന്നത് എന്നായിരുന്നു മോഹൻദാസ് പറഞ്ഞത്. അടുത്ത ദിവസം വിവേക് അറിയുന്നത് ബിനുവിന്റെയും സജീവന്റെയും മരണ വാർത്തയായിരുന്നു. അവരെ ആരോ കൊന്നിരുന്നു. ആ വാർത്തയറിഞ്ഞ് വിവേക് ഞെട്ടിപ്പോയി. വിവേക് ആണെങ്കിൽ രേഖയുടെ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് ഭ്രാന്ത് പിടിച്ച് അന്വേഷിക്കുന്നു. വീട്ടിലിരുന്ന് കാതോട് കാതോരം സിനിമ ലൊക്കേഷനിലെ സ്റ്റിൽസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ വിവേകിന്റെ കണ്ണിൽ പെടുന്നു. ആ ഫോട്ടോ കണ്ട് വിവേകിന് ആരെയോ പരിചയം തോന്നുന്നു. ആരുടേതെന്നാൽ ഫ്രാൻസിസ് തട്ടലിനെ തിരക്കി അവർ നടന്ന സമയത്ത് ലാസ്റ്റ് ഒരു വീട്ടിൽ വന്നപ്പോൾ ഒരു മകൻ പറഞ്ഞല്ലോ അച്ഛൻ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരുന്നെന്ന്. ആ മകന്റെ കണ്ണും വയ്യാതിരിക്കുകയായിരുന്നല്ലോ. അതേ രൂപത്തിലുള്ള കണ്ണും വയ്യാത്ത ഒരാളുടെ ഫോട്ടോ തന്നെയായിരുന്നു അത്. അച്ഛന്റെയും മകന്റെയും രൂപം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അത് വെച്ചാണ് ലാസ്റ്റ് പോയതാണ് യഥാർത്ഥ ഫ്രാൻസിസ് എന്ന് വിവേകിന് മനസ്സിലായത്. അങ്ങനെ വീണ്ടും ഫ്രാൻസിസിനെ കാണുവാനായും എത്തി. എന്നിട്ട് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാരെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നായിരുന്നു ഫ്രാൻസിസ് പറഞ്ഞത്. എന്തിനാ കള്ളം പറയുന്നത്? എല്ലാത്തിനുമുള്ള തെളിവ് നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ടല്ലോ. നിങ്ങളുടെ മകൻ കാതോട് കാതോരം ലൊക്കേഷനിലെ സ്റ്റില്ലാണിതെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയുന്നത് ഞാൻ ആ ഒരു സ്ഥലത്തും പോയിട്ടില്ല, ആ ഒരു ലൊക്കേഷനിലും പോയിട്ടില്ല എന്ന് പറയും. നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നാളെ ഞാനാകാം, നിങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകനാകാം. സത്യം തുറന്നു പറയാതിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മരണത്തെ ക്ഷണിച്ചു വരുത്തും പോലെയാണെന്ന് പറഞ്ഞ് വിവേക് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ എല്ലാ സത്യവും തുറന്നു പറയുവാനെ ഫ്രാൻസിസ് തീരുമാനിക്കുന്നു. ഫ്രാൻസിസ് പറയുന്നത് ഞങ്ങളല്ല തുടങ്ങി വെച്ചത്, എല്ലാം തുടങ്ങി വെച്ചത് പുഷ്പവും വക്കച്ചനുമാണെന്ന് പറഞ്ഞ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന മെത്രാനൊപ്പം വന്നതായിരുന്നു വക്കച്ചൻ. വക്കച്ചൻ പഠിത്തമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം അതേ മഠത്തിൽ തന്നെ ജോലിക്ക് നിന്ന ആളായിരുന്നു പുഷ്പം. അങ്ങനെ ഈ പുഷ്പവും വക്കച്ചനും തമ്മിൽ നല്ല അടുപ്പത്തിലായി. വക്കച്ചൻ പുഷ്പത്തിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാശ് വേണം, എങ്കിലേ ഇവിടെ നിന്ന് പോയി എനിക്ക് സ്വന്തമായി ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാനാകൂ എന്ന് പറയുമ്പോൾ പുഷ്പം പറയുന്നത് കാശുണ്ടാക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷേ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിന് വക്കച്ചനും തയ്യാറായി. അങ്ങനെ വക്കച്ചനും പുഷ്പവും ചേർന്ന് അവിടുത്തെ ഏലവും കുരുമുളകും റബ്ബർ ഷീറ്റും എല്ലാം മറിച്ചു വിൽക്കുകയും ചെയ്തു. എന്നാൽ അതെല്ലാം അവിടെ ജോലി ചെയ്യുകയായിരുന്ന തങ്കമ്മയുടെ ഭർത്താവായ ബേബി അറിയും. പക്ഷെ ബേബി അവരെ ഒറ്റിക്കൊടുക്കത്തില്ല, അവർക്കൊപ്പം നിന്നു. എന്നിട്ട് പുഷ്പം പറയുന്നത് ഇവിടെ ഏലവും കുരുമുളകും റബ്ബറും അല്ലാതെ ഇവിടെ ഒരുപാട് പൈസയുണ്ട്, ഡൊണേഷൻ കിട്ടുന്ന ഒരുപാട് കാശ് ഇവിടുത്തെ അലമാരിയിലായിരിക്കുന്നത് എന്ന് പറയുന്നു. അത് നമുക്ക് അടിച്ചെടുക്കണമെന്നും പുഷ്പം പറയുന്നു. അങ്ങനെ പുഷ്പവും വക്കച്ചനും ചേർന്ന് ആ ഒരു അലമാരയുടെ കള്ളത്താക്കോൽ ഉണ്ടാക്കുവാനായും തീരുമാനിച്ച് അത് സോപ്പിൽ പതിപ്പിക്കും. എന്നിട്ട് അതൊരു കൊല്ലനടുത്ത് കൊണ്ടുപോയി താക്കോൽ അടിക്കുവാനായി വക്കച്ചനും ബേബിയും പോവുകയായിരുന്നു. താക്കോൽ അടിക്കുവാനായിട്ട് അവരൊരു കൊല്ലനെടുത്തെത്തിയിരുന്നല്ലോ. ഈ കൊല്ലൻ ഫ്രാൻസിസിന്റെ കൂട്ടുകാരനായിരുന്നു. അയാളാണെങ്കിൽ അക്കാര്യം ഫ്രാൻസിസിനോട് പറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. താക്കോൽ കിട്ടിയ പുഷ്പമാണെങ്കിൽ കൃത്യമായൊരു അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. എന്തെന്നാൽ അവിടെയുള്ള കാശും സ്വർണവുമെല്ലാം ഇപ്പോൾ അവരടിച്ചെടുത്താൽ അവരുടെ പിന്നാലെ പോലീസ് വരും. അവരിത് മോഷ്ടിച്ചാൽ അവരുടെ പിന്നാലെ പോലീസേ വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് പുഷ്പം കാത്തിരുന്നു. അങ്ങനെയാണ് കോൺവെന്റിൽ നിൽക്കുവാനായിട്ട് രേഖ വന്നതും. ആ കാര്യം പുഷ്പ അറിയുന്നു. അതൊരവസരമായി അവൾ സ്വീകരിക്കുകയാണ്. അവളാണെങ്കിൽ ബേബി ചേട്ടനോട് പറഞ്ഞു, ഇന്ന് രാത്രി വക്കച്ചനോട് ഇവിടെ ജീപ്പുമായി വരണമെന്ന് പറയാൻ ബേബി ചേട്ടനെ പറഞ്ഞു വിട്ടു. ബേബിയും വക്കച്ചനും അന്നേ ദിവസം തന്നെ ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഫ്രാൻസിസും കൂട്ടുകാരനായ രാജേന്ദ്രനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്തോ അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു എന്നത് മനസ്സിലായി. ആഹാരമൊക്കെ കഴിച്ച് രേഖ ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ അതേ റൂമിലേക്ക് പ്രവേശിച്ച പുഷ്പമാണെങ്കിൽ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അതേസമയം വക്കച്ചനും രേഖയുടെ റൂമിലേക്ക് വരുന്നു. വക്കച്ചനോട് പറയുന്നുണ്ട്, ദേ ഞാനിവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുഴിച്ചിടേണ്ട ഡ്യൂട്ടി നിങ്ങളുടേതാണ്. അതിനുശേഷം നമുക്ക് കാശും സ്വർണവും എല്ലാം അടിച്ചെടുക്കണം. ഇവളാ സ്വർണവും കാശും അടിച്ച് നാട് വിട്ടതാണെന്ന് എല്ലാവരും കരുതിക്കോളും. അപ്പോൾ നമ്മുടെ പിന്നാലെ പോലീസും വരില്ല, നമ്മുടെ പ്ലാൻ സക്സസുമാകും. കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്നൊക്കെ അങ്ങ് പോയി ജീവിക്കാമെന്നും പുഷ്പം പറയുന്നു. വക്കച്ചനും ബേബിയും ചേർന്ന് രേഖയുടെ ഡെഡ് ബോഡി കുഴിച്ചിടുവാനായി കൊണ്ടുവന്നിരിക്കുന്ന സമയമായിരുന്നു ഫ്രാൻസിസ് തന്റെ കൂട്ടുകാരനായിട്ടുള്ള രാജേന്ദ്രനെയും കൂട്ടി അവിടേക്ക് ചെല്ലുന്നതും. അവരെന്തോ മോഷണം നടത്തുകയാണെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടതും. അവിടെ നിന്നും പോകുവാനായി ഒരുങ്ങുന്ന ഫ്രാൻസിസിനെയും രാജേന്ദ്രനെയും ബേബി തടഞ്ഞു നിർത്തി. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ നിങ്ങളുമുണ്ടെന്ന് ഞങ്ങൾ വിളിച്ചു പറയും. അല്ലാതെ ഇതിന് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിന് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞ് കുറെ കാശ് അവർക്കും കൊടുക്കുന്നു. അങ്ങനെ അവളെ കുഴിച്ചിടുവാനായിട്ട് ഇവരും കൂട്ടുനിന്നു. അന്നത്തെ ചോരത്തിളപ്പില് ഞങ്ങൾ കുറെ കാശ് കിട്ടുമെന്ന് കരുതിയ
പെൺകുട്ടിയാ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ആ പെൺകുട്ടിയുടെ മുഖം ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതാരാണെന്നോ എന്താണെന്നോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ കുഴിച്ചിടുന്ന സമയത്ത് അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കണ്ടെന്നാണ് വക്കച്ചൻ പറഞ്ഞത്. കുറെ നാളുകൾക്ക് ശേഷമാണ് കോൺവെന്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നത്. പിന്നീട് ഞങ്ങൾ ആരും പരസ്പരം കണ്ടിട്ടേയില്ല. എന്നാൽ രാജേന്ദ്രൻ മരിച്ചതിൽ പിന്നെയാണ് അന്നത്തെ വക്കച്ചനായിരുന്നു ഇന്നത്തെ ആലീസ് ജ്വല്ലറിയുടെ ഓണറായിട്ടുള്ള വിൻസെന്റ് എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ സാറ് കാണിച്ച ഈ ഫോട്ടോയിലെ ഇതേ ഫോട്ടോയിലെ പെൺകുട്ടിയെ തന്നെയാണ് ഞങ്ങൾ അന്ന് കുഴിച്ചിട്ടതെന്നും ഫ്രാൻസിസ് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആലീസിനെയാണ്. ആലീസിന്റെ അടുത്തേക്ക് അവിടുത്തെ നഴ്സാണെങ്കിൽ ഒരു ബൊക്കെ കൊണ്ടുവരും. ആ ബൊക്കയിൽ എഴുതിയിരുന്ന കുറിപ്പ് വായിച്ചതും ആലീസ് ഞെട്ടിപ്പോകുന്നു. ആ കുറിപ്പ് എന്താണെന്ന് വിൻസെന്റ് വാങ്ങി നോക്കിയപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം പുഷ്പം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അതാരാണ് തന്നതെന്ന് നോക്കുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് മറ്റാരുമല്ല, വിവേക് തന്നെയായിരുന്നു. സത്യത്തിൽ എന്തെന്നാൽ അന്നത്തെ ആ ഒരു വക്കച്ചനായിരുന്നു ഇന്നത്തെ വിൻസെന്റ്, അന്നത്തെ പുഷ്പമായിരുന്നു ദേ ഇന്നീ കിടക്കുന്ന ആലീസും. സത്യമെല്ലാം വിവേകിന് മനസ്സിലായിന്ന് വിൻസെന്റിന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ വിവേകും മോഹൻദാസും ചേർന്ന് എസ് പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇതുവരെ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും എസ് പിക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അന്നത്തെ ആ ഒരു പുഷ്പം തന്നെയാണ് ഇന്നത്തെ ആലീസ്, അന്നത്തെ വക്കച്ചൻ തന്നെയാണ് ഇന്നത്തെ വിൻസെന്റ്. എന്നാൽ എസ് പി പറയുന്നത് ആരാണ് രേഖയെന്നോ മരിച്ചത് ആരാണെന്നോ ഇതുവരെയും കണ്ടുപിടിക്കാനായി പറ്റിയിട്ടില്ലല്ലോ. വെറും ഒരു അസ്ഥികൂടം വെച്ച് നമുക്കോ കോടതിക്കോ ഒന്നും തന്നെ ചെയ്യാനാകില്ല. അതുകൊണ്ട് രേഖ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും എസ് പി പറയുന്നു. മറ്റൊരു വശത്ത് ആലീസിനെ കാണിക്കുകയാണ്. ആലീസ് വിൻസെന്റിനോട് പറയുന്നുണ്ട് അവൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി അവൻ വേണ്ട എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോവുകയായിരുന്ന വിവേകിന് ആക്സിഡന്റ് സംഭവിക്കുന്നതാണ്. തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടതും. ജേക്കബ് ആണെങ്കിൽ വിൻസെന്റിനെ കാണുവാനായി വന്നിട്ട് നമ്മൾ കൊടുത്ത ജോലി ആ ലോറിക്കാരൻ കൃത്യമായി ചെയ്തു, വിവേകിന് കുറച്ച് സീരിയസ് ആണെന്നാ തോന്നുന്നത്. പിന്നെ ആ ഒരു ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയില, മിക്കവാറും മാപ്പുസാക്ഷിയാകാൻ സാധ്യതയുണ്ടെന്നും ജേക്കബ് പറയുന്നു. മറ്റൊരു വശത്ത് ഭാമയാണെങ്കിൽ രേഖയെ പറ്റി ഒരു ആർട്ടിക്കിൾ പത്രത്തിൽ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിൾ വായിച്ച നടനായ ജഗദീഷ് വിവേകിനെ വിളിക്കുകയാണ്. ജഗദീഷ് പറയുന്നത് യാദൃശ്ചിക വെച്ചാലാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ കണ്ടത്. അതിൽ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് രേഖ പറയുന്ന ആ ഒരു കാര്യങ്ങളാ. ആ ഒരു ആർട്ടിക്കിളിൽ മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ലെറ്റർ എഴുതുന്ന രേഖയെ പറ്റി നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി. ഞങ്ങളുടെ മുത്താനകുന്ന് പിയോ എന്നൊരു സിനിമയിലും ഇതുപോലെ മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. കടുത്ത മമ്മൂട്ടി ആരാധികയായ ഒരു പെൺകുട്ടി. ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിക്കും ഒരു കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം എന്നെക്കുറിച്ച് നാനയിലാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ വന്നു. ആ ആർട്ടിക്കിൾ വായിച്ചിട്ടാവണം ഒരു പെൺകുട്ടി എനിക്ക് കത്തെഴുതി. അവളുടെ പേര് രേഖ പത്രോസ് എന്നായിരുന്നു. പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടനെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് എനിക്കും എന്റെ അനുജത്തിക്കും ജഗദീഷ് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാ, ചേട്ടന്റെ അഭിനയവും കോമഡിയും ഒക്കെ ഒരുപാട് ഇഷ്ടമാ എന്നൊക്കെ പറഞ്ഞ് ജഗദീഷിനെ പ്രശംസിച്ചുകൊണ്ടാണ് ആ കത്തിലെ ഓരോ വാക്കുകളും ഉണ്ടായിരുന്നത്. എന്നിട്ട് അവസാനം എന്ന് സ്വന്തം അനുജത്തി രേഖാ പത്രോസ് എന്ന് എഴുതിയിരുന്നു. സിനിമയിലേക്ക് വന്ന സമയം എനിക്ക് കിട്ടിയ ആദ്യത്തെ കത്തായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ആ ഒരു കത്ത്. അതുകൊണ്ട് ഞാൻ ആ ഒരു കത്തിന് മറുപടി എഴുതി. പിന്നെ വരുന്ന കത്തുകളിലെല്ലാം മമ്മൂട്ടിയെ പറ്റിയും എഴുതിയിരുന്നു. മമ്മൂട്ടി അവൾ മമ്മൂട്ടി ചേട്ടൻ എന്നാ വിളിക്കുന്നേ. പിന്നെ മമ്മൂട്ടിയുള്ള ഹോട്ടലിലേക്കും അവൾ കത്തുകൾ എഴുതുന്ന കാര്യം ആ ലെറ്ററിൽ എഴുതിയിരുന്നു. എന്നാൽ ഒരു കത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടായാലും സിനിമാ മേഖലയിലേക്ക് വരുമെന്ന് അവൾ എഴുതിയിരുന്നു. ഞാൻ അവൾക്ക് മറുപടി എഴുതിയത് ഞാനൊരു അധ്യാപകനായതിനു ശേഷമാണ് സിനിമയിലേക്ക് വന്നത്, അതുകൊണ്ട് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്, ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നായിരുന്നു ആ ലെറ്ററിൽ ഞാൻ അവൾക്ക് എഴുതിയിരുന്നത്. പക്ഷെ തിരിച്ചെനിക്ക് റിപ്ലൈ വന്നതേയില്ല. ഞാനാണ് മുത്താനംകുന്ന് പിയോ സിനിമയുടെ കഥ എഴുതിയതും തിരക്കഥ എഴുതിയത് ശ്രീനിവാസൻ ചേട്ടനും. അങ്ങനെയാണ് അതിലെ അമ്മിണിക്കുട്ടി എന്ന കഥാപാത്രത്തിന്റെ പിറവി. അതിലൊരു സീനിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിശേഷിപ്പിച്ച് കത്തെഴുതുന്ന ഒരു പെൺകുട്ടിയെ പറ്റി. അത് രേഖയെക്കുറിച്ച് ഉദ്ദേശിച്ച് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നതും. ആ സിനിമയിലെ അമ്മിണിക്കുട്ടിയുടെ വീട്ടുപേരും രേഖയുടെ വീട്ടുപേരും ഒന്നായിരുന്നു, AJ ഹൗസ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അപ്രീസിയേഷൻ ലെറ്റർ ആയതിനാൽ ഞാൻ ആ ഒരു വീട്ടുപേര് ഇതുവരെയും മറന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കന്യാകുമാരിയിൽ നിന്നാണ് ആ ഒരു ലെറ്റർ എനിക്ക് വന്നുകൊണ്ടേയിരുന്നതും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വഴിക്ക് അന്വേഷിച്ച് നോക്കുവാനായിട്ടും ജഗദീഷ് പറയുന്നു. അത് കേട്ട് വിവേകിന് ഒരുപാട് സന്തോഷമായി. എല്ലാ വഴിയും അടങ്ങുമെന്ന് വിവേക് കരുതിയിരുന്നിടത്ത് ദേ ഇപ്പോൾ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ. അവൻ അങ്ങനെ കന്യാകുമാരിയിലേക്ക് അന്വേഷിച്ചും പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ജഗദീഷ് പറഞ്ഞ ആ അഡ്രസ് യഥാർത്ഥത്തിലുണ്ടായിരുന്നു, AJ ഹൗസ്. അവിടെ താമസിച്ചിരുന്നത് രേഖയുടെ അനുജത്തിയായിരുന്ന ആശയായിരുന്നു. ആശയോട് രേഖയെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ചേച്ചിയുടെ സിനിമാ മോഹത്തെ പറ്റിയും ഓരോ വാരികകൾ കിട്ടുമ്പോൾ അതിലെ അഡ്രസ് എല്ലാം എടുത്ത് ഓരോ നടന്മാർക്കുമൊക്കെ അവൾ ലെറ്റർ എഴുതുന്ന കാര്യമൊക്കെ അനുജത്തിയായ ആശ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ലെറ്ററിന് മറുപടി വന്നു. ആ മറുപടി കത്ത് കിട്ടിയത് അച്ഛന്റെ കയ്യിലായിരുന്നു.
ജഗദീഷ് അയച്ച ലാസ്റ്റ് ലെറ്റർ ഉണ്ടല്ലോ, അതിന്റെ കാര്യമാണ് ഈ ആശ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അച്ഛനാണെങ്കിൽ രേഖയെ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തു. അന്ന് രാത്രി അച്ഛനോട് ദേഷ്യപ്പെട്ട് ഉറങ്ങുവാനായി പോയ രേഖയെ പിന്നീട് ആരും കണ്ടിട്ടേയില്ല. ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ഞങ്ങളുടെ പ്രതീക്ഷ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ഞാൻ ഇവിടെ വിട്ടു പോയിട്ടില്ല. എന്നെങ്കിലും ചേച്ചി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ കാത്തിരുന്നുവെന്നും ആശ പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിവേകാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന പാദസരം എടുത്ത് ആശയെ കാണിക്കുന്നു. അത് രേഖയുടെ പാദസരമാണെന്ന് ആശ തിരിച്ചറിയും. ആ പാദസരം വാങ്ങി ആശ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സത്യമെല്ലാം അറിഞ്ഞ മകനാണെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് വരും. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നു, അമ്മ യഥാർത്ഥത്തിൽ ആരാ, ആലീസ് ആണോ അതോ പുഷ്പമോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ആലീസ് വിൻസെന്റിനോട് പറയുന്നുണ്ട്, ബക്കച്ച, ഇത്രയും നാളുള്ള നമ്മുടെ യാത്ര വളരെ മനോഹരമായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് എന്താകുമെന്നറിയത്തില്ല. എന്നെ പോലീസുകാർ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ച് ആലീസ് കരയുമ്പോൾ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് വിൻസെന്റ് ആണെങ്കിൽ ആലീസിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊല്ലേണ്ടി വന്നു വിൻസെന്റിന്. പിന്നീട് വിൻസെന്റ് കാണുന്നത് വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് മോഹൻദാസും വിവേകും മറ്റു പോലീസുകാരും നിൽക്കുന്നതാണ്. അതെങ്ങനെയാണ് അവർ കണ്ടെത്തിയതെന്നല്ലേ? രേഖയുടെയും ആശയുടെയും DNA തമ്മിൽ മാച്ച് ആയിരുന്നു. അങ്ങനെയാണ് മരണപ്പെട്ടത് രേഖയാണെന്ന് അവർ കൺഫേം ചെയ്തതും വിൻസെന്റിനെ അറസ്റ്റും ചെയ്തുകൊണ്ടു പോകുന്നു. അത്രയും നാൾ രേഖയെ കാത്തിരുന്ന ആശയ്ക്ക് കേൾക്കേണ്ടി വന്നത് രേഖ മരിച്ചു എന്ന വാർത്തയും രേഖയുടെ അസ്ഥികൂടം ഇപ്പോൾ കണ്ടെടുത്തു എന്ന വാർത്തയുമല്ലേ? അങ്ങനെ ആ അസ്ഥികൂടം പള്ളിയിൽ കൊണ്ടുവന്ന് ആശയും എല്ലാവരും ചേർന്ന് അടക്കം ചെയ്യുകയാണ്. ആശ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു കാഴ്ച കണ്ട് വിവേകിനും താങ്ങാനായില്ല. വിവേക് ആശയുടെ കൈവശം ഒരു ലെറ്റർ ഏൽപ്പിക്കും. അത് രേഖ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ലെറ്റർ തന്നെയായിരുന്നു അത്. എന്തെന്നാൽ രേഖയുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ എഴുതിയത്. ആ ലെറ്റർ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയും അതിന് പിന്നിലായി എന്റെ പ്രിയപ്പെട്ട രേഖയ്ക്ക് എന്ന് സ്വന്തം മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള കുറിപ്പുമായിരുന്നു. അത് കണ്ട് ആശയുടെ കണ്ണ് നിറഞ്ഞു. അവിടെ നിന്നും സങ്കടത്തോടെ മനസ്സ് വിങ്ങുന്ന വേദനയിൽ നടന്നുവരുന്ന വിവേകിനെയും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.